മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ദീപാവലിക്കൊക്കെ പറ്റിയ ഒരു ഡ്രേപ്പ് ചെയ്യാം. മസാബ ഡ്രേപ്പ് എന്നാണ് ഇതിന് പറയുക. മസാബ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഡിസൈനറാണ്. അപ്പോൾ ഇത് കുറച്ച് ഗ്ലാം സൈഡിലുള്ളൊരു ഡ്രേപ്പിംഗ് ആണ് ഇവരുടെ ഈ ഫോട്ടോയിൽ കാണുന്നത്. ഇതിനെ നമുക്കൊരു മോഡസ്റ്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്തിട്ട് ദിവാലിക്കൊക്കെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ നോക്കാം. സാരി നിവി ഡ്രേപ്പ് പോലെ ചുറ്റിയെടുക്കാം. അതായത് വലത്തെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബോഡിക്ക് ചുറ്റും ഒരു റൗണ്ട് ചുറ്റിയെടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊരു നീറ്റായിട്ടുള്ള ബേസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി പല്ലും മെഷർ ചെയ്യാം. പല്ലു ഫ്ലോർ ലെങ്ത്ത് വേണം. അത് കുറച്ച് നീറ്റായിട്ട് കിട്ടാൻ ഞാൻ പ്ലീറ്റ് ചെയ്തിട്ടാണ് പല്ലു മെഷർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പ്ലീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് വാരി പിടിച്ചിട്ട് ഷോൾഡറിലേക്ക് പിൻ ചെയ്ത് സെക്യൂർ ചെയ്താൽ മതി. പിൻ ചെയ്ത് സെക്യൂർ ചെയ്യണമെന്ന് പറയുന്നത് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ലോവർ പ്ലീറ്റ്സിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. പിന്നെ നമ്മുടെ പല്ലുവിൻ്റെ ലെങ്ത്തും വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ പ്ലീറ്റ് ചെയ്ത് പിൻ ചെയ്ത് വെക്കുന്നതാണ് കുറച്ചും കൂടി ഈസി. പിന്നെ എനിക്ക് പ്ലീറ്റ് ചെയ്യുന്ന പ്രോസസ്സും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് വേണമെന്ന് നിർബന്ധമേ ഇല്ല. ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. പക്ഷേ പിൻ ചെയ്തിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാരി ഉടുക്കുമ്പോൾ കുറച്ച് നല്ല നീറ്റായിട്ടുണ്ടാവും. പിന്നെ എനിക്ക് പേഴ്സണലി ഈ പ്ലീറ്റിംഗ് പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്ലീറ്റ് എടുക്കുന്നത്. ഇത് നിർബന്ധമേ ഇല്ല. അപ്പോൾ ഫ്ലോർ ലെങ്ത്ത് വരെ, ഏകദേശം നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ അവിടം വരെ ഒരു നമ്മുടെ പല്ലുവിന് ലെങ്ത്ത് വേണം. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ കാണാം. എൻ്റെ ഹൈറ്റ് 5'7" ആണ്. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരുടെയും നീളത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ പല്ലു ഇതേപോലെ ചെയ്യാൻ. ഇത് നിലത്ത് മുട്ടുന്ന രീതിയിൽ ഞാൻ പല്ലു ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. വീണ്ടും പറയുന്നു, ഇത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് നല്ല ബാലൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ പിൻ ചെയ്ത് വെക്കണമെന്നും ഞാൻ പറയില്ല. എനിക്ക് ഒത്തിരി ബാലൻസ് ഒന്നുമില്ല, ഞാൻ ഭയങ്കര ക്ലംസിയാണ്. അങ്ങനെ പ്ലീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് പല്ലുമല്ല, എപ്പോഴും തെറ്റിപ്പോകുന്നതാണ്. ഇനി നമുക്ക് ലോവർ പ്ലീറ്റ്സ് ആണ് എടുക്കാനുള്ളത്. ലോവർ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഇത്രയും ഫാബ്രിക് ഉണ്ടാവും. അപ്പം നമുക്കിഷ്ടമുള്ള പോലെ ചെറിയ പ്ലീറ്റ്സോ വലിയ പ്ലീറ്റ്സോ മീഡിയം പ്ലീറ്റ്സോ എങ്ങനെ വേണേൽ എടുക്കാം. പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ വിട്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോവർ പ്ലീറ്റ്സ് നമ്മൾ പിന്ന് വെച്ചിട്ടല്ല സെക്യൂർ ചെയ്യുന്നത്, ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് സെക്യൂർ ചെയ്യേണ്ടത്. അത് ഞാൻ ഈ വീഡിയോയിൽ എടുക്കുമ്പോൾ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പിന്നെ വെച്ച് സെക്യൂർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഡ്രേപ്പിങ്ങിൽ അവർ കാണിക്കുന്നത് റബ്ബർ ബാൻഡ് വെച്ചിട്ട് നോ പിൻ സാരി ഡ്രേപ്പിംഗ് എന്നാണ് അവരിന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ലോവർ പ്ലീറ്റ്സും സെക്യൂർ ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ പിൻ ചെയ്ത് വെച്ച പല്ലുവില്ലേ, അതിൻ്റെ പിന്നഴിച്ചിട്ട് നമ്മൾ സാരി ബോഡിയുടെ ചുറ്റിലും ഒന്ന് ചുറ്റിയെടുക്കുക. അതായത് നമ്മളുടെ നിവി ഡ്രേപ്പ് ചെയ്യുന്ന അതേപോലെ തന്നെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഇതേപോലെ പ്ലീറ്റ് അഴിക്കുന്നു, നമ്മുടെ ബോഡിയുടെ ബാക്കിൽ കൂടെ എടുത്ത് ചുറ്റുന്നു, എന്നിട്ട് വീണ്ടും ഷോൾഡറിലേക്ക് ഇടുന്നു. അത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു ട്രയാങ്കിൾ പീസ് എക്സ്ട്രാ വരും. ആ പീസ് നമ്മൾ ഇതേപോലെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ പല്ലുടെ ഒരു അറ്റവും കൂടി ചേർത്തിട്ടാണ് ഞാനിവിടെ ഒരു ഡബിൾ നോട്ട് ഇടുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മോഡസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി സ്കിന്ന് പുറത്തേക്ക് കാണില്ല. നമുക്ക് വയറും നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ മറക്കണമെങ്കിൽ ഈ ഒരു ഡ്രേപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഗ്ലാം സൈഡാണ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രയാങ്കിൾ പീസ് നമ്മൾ കൊണ്ടുവന്ന് കണ്ടില്ലേ, അത് വെച്ച് മാത്രം നമ്മൾ പല്ലുടെ ഫ്രണ്ടിലത്തെ പോർഷൻ ഒരു ഡബിൾ നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. നമ്മളിങ്ങനെ ചെയ്തതിലൂടെ തന്നെ നമ്മുടെ സാരി ഡ്രേപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഷോൾഡറിൽ എക്സ്ട്രാ വരുന്ന ഫാബ്രിക് താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു നോ പിൻ ഹാൻഡ്സ് ഫ്രീ സാരി ഫോർ ദിവാലി അല്ലെങ്കിൽ ഏത് ഫെസ്റ്റിവലിനാണെങ്കിലും നമുക്ക് ഇത് നന്നായിട്ട് സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ മൂമെൻറ്റ്സിനൊന്നും കുഴപ്പമില്ല, കൈ പൊക്കാനും ഇപ്പം നമുക്ക് ഡാൻസ് കളിക്കണമെങ്കിലൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം ഇതാണ് കംപ്ലീറ്റ് ലുക്ക് വരുന്നത്. ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നൊന്ന് പറയുക. ചുമ്മാ വന്നിട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ചിലപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ബോഡി സ്ട്രക്ചറിനും ഈ ഒരു ഡ്രേപ്പ് ആപ്റ്റ് ആണെങ്കിലോ. അപ്പോൾ ചുമ്മാ നമ്മൾ വെറുതെ വന്നിട്ട് ഇഷ്ടമായില്ല എന്ന് പറയുന്നതിന് പകരം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് അതിൻ്റെ ഒരു ഫോട്ടോസോ വീഡിയോസോ എങ്ങനെയാണെങ്കിലും എനിക്കൊന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബേസിലൊരു ഡിസ്കഷനോ അല്ലെ എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഞാൻ ഓപ്പണാണ്. ഇപ്പം എങ്ങനെ റീച്ച് ചെയ്യാം എന്നുള്ളവർക്ക് കമൻസിലൂടെ നിങ്ങൾക്ക് റീച്ച് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്,
lady_nath എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്ന് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് DM ആയിട്ട് മെസ്സേജ് അയക്കാം. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം ഇന്നത്തെ സാരി ഡ്രേപ്പിംഗ് ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സാരിയും ഡ്രേപ്പിംഗുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.